ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അമേരിക്കൻ FCRയെ പറ്റി. അമേരിക്കൻ NGO, അമേരിക്കയിലുള്ള ആളുകൾ ഇന്ത്യയിലെ NGOസിനെ സഹായിക്കുന്നത് എങ്ങനെയാണ്. അത് അമേരിക്കയിലെ ഡെമോക്രാറ്റ്സ് ആണെങ്കിലും റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും അതിനകത്ത് പാർട്ടി ലീഡേഴ്സ് ആണെങ്കിലും അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് അമേരിക്കൻ ചാരിറ്റി അവരുടെ ലൈഫിൻ്റെ പാർട്ടാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ സംഘപരിവാർ അങ്ങനെ ആൾക്കാർ വന്ന് വളരെ മോശമായിട്ട് അത് ചെയ്യും ഇത് ചെയ്യും, അതല്ല ഇതല്ല, കുന്തമല്ല, കുടച്ചക്രമല്ല എന്നൊക്കെ ഏതൊക്കെയോ രീതിയിൽ പറയുന്നു. ഇതൊക്കെ ഒരു നറേറ്റീവ്സ് പറയുന്നതാണ് നിങ്ങൾ. അല്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യം വ്യക്തമായിട്ട് അറിയത്തില്ല. അതതിൻ്റെ കാര്യം. മോദി ഗവൺമെൻറ്, BJP, സംഘപരിവാർ വലതുപക്ഷ ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ 16 മാസം അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടിട്ടില്ല. ബേസിക്കലി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശേഷം എല്ലാ വർഷവും ഒരു 3 പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റിനെ കാണാറുണ്ട്. ചിലപ്പോൾ G20 ആയിരിക്കും, G7 ആയിരിക്കും, G5 ആയിരിക്കും, മറ്റു പല ഫോറങ്ങളിലായിരിക്കും, UN മീറ്റിംഗ് ആയിരിക്കും. ബാക്ക് ടു ബാക്ക് എല്ലായിടത്തും മീറ്റിംഗ് ഉണ്ട്. പക്ഷെ 16 മാസം എന്ന് പറയുന്ന വലിയ ഗ്യാപ്പാണ്. ഉറപ്പായിട്ടും ഇന്ത്യ അമേരിക്ക ഇഷ്യൂ തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായത്. അപ്പോൾ പാരീസ് സമ്മിറ്റ് കഴിഞ്ഞു. അതിനകത്ത് ബാക്ക് ടു ബാക്ക് 35 മിനിറ്റ്സ് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മീറ്റിംഗ് നടത്തി. 15 മിനിറ്റ് 14 മിനിറ്റ് പത്രസമ്മേളനം നടത്തി. അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും എന്താണ് ക്ലോസ് ഡോർ മീറ്റിംഗ് ഒന്നും പുറത്തു വന്നില്ല, എന്തോ പറഞ്ഞതെന്ന്. പക്ഷെ ഫസ്റ്റ് ഡേ വിസിബിളായി. അതായത് ഇതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി, ഈ മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ്, അതായത് ഇന്ത്യൻ അംബാസഡർ സെർജിയോ ഗോർ അവിടെ ഉണ്ടായിരുന്നു, ഈ പാരീസിലുണ്ടായിരുന്നു. ഈ സമയത്ത് ആ മീറ്റിങ്ങിലും പങ്കെടുത്തു. അദ്ദേഹം ഇവിടെ ലാൻഡ് ചെയ്ത് 2 മണിക്കൂർ പോലും എടുത്തില്ല. അതായത് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ പോയി. എന്തിനാ കാണാൻ പോയത്? ഇന്ത്യയുമായിട്ട് ട്രേഡ് ഇഷ്യൂ അങ്ങനെയുള്ള സംഭവമാണ് കാണുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്ററെ, അല്ലെങ്കിൽ മറ്റുള്ള ട്രേഡ് മിനിസ്റ്ററെ പീയൂഷ് ഗോയലിനെയാ. എന്തിനാ അമിത്ഷായെ കാണാൻ പോയത്? ആദ്യം പരിവാറുകാരും നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക കാര്യങ്ങൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും ഒരു രാജ്യത്ത് പോകാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്. കാരണം നമ്മൾ ഗ്രോയിങ് എക്കോണമിയാണ്, ഡെവലപ്ഡ് അല്ല. നമ്മൾ ഡിപ്പെൻഡബിൾ ആണ്, ഡിപ്പെൻഡ് ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. അതതിൻ്റെ കാര്യം. എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ 35 മിനിറ്റ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ട്രംപുമായിട്ട് നടത്തിയതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങി, സിമ്പിളായിട്ട്. കാരണം അമേരിക്കയുടെ ഡെലിഗേറ്റ്സിനകത്ത് ഈ ക്രിസ്ത്യൻ ഫോറമായി ബന്ധപ്പെട്ട ആൾക്കാർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അവർ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അവർ ഒറ്റ ഡിമാൻഡിങ് വെച്ചു, FCRA എന്ന് പറഞ്ഞ സാധനം ഇനി ഫർദർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഈ പറയുന്ന റൂളൊന്നും അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച സാധനം കൊണ്ടുവരാൻ പറ്റില്ല. അവർ ഡിമാൻഡ് ചെയ്തു. എങ്ങനെയാണ് അമേരിക്കൻ ഡിപ്ലോമസി, അതായത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളെ ആംബുഷ് ചെയ്യുന്നതെന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും. എങ്ങനെയാണ് വൈറ്റ് ഹൗസിൽ വ്ളാദിമിർ സെലൻസ്കി ആംബുഷ് ചെയ്തത്, എങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കൻ പ്രൈം മിനിസ്റ്റർ റാംഫോസ അയാളെ ആംബുഷ് ചെയ്തത്, എങ്ങനെയാണ് അത് പബ്ലിക്കായിട്ടായിപ്പോയി. അല്ലെങ്കിൽ അവരുടെ ക്ലോസ് ഡോർ മീറ്റിങ്ങിനകത്ത് പിടിച്ചങ്ങ് പൊളിക്കുക. നിങ്ങൾ അമേരിക്കൻ ഡിപ്ലോമസിയെ പറ്റി അവർ പല ആൾക്കാരും അത് ബന്ധപ്പെട്ടൊരു പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ബുക്സ് അവൈലബിൾ ആണ്. ഈ ക്ലോസ് ഡോറിനകത്ത് അവർ കയറി ഷൗട്ട് ചെയ്യും, ആംബുഷ് ചെയ്ത് കളയും. ഈ സമയത്ത് ഇന്ത്യക്കെതിരെ ഭയങ്കര സംഭവം ഉണ്ടായി. അതായത് ഈ 35 മിനിറ്റ് മീറ്റിങ്ങിന് മുമ്പ് മറ്റുള്ള മീറ്റിങ്ങുകളുണ്ടാവും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ ഒഫീഷ്യൽസുമായിട്ട്. ഇന്ത്യൻ FCRA ഇഷ്യൂ തന്നെയായി. അത് തൊട്ടു പോകരുതെന്ന് തന്നെ പറഞ്ഞവർ. ഇനി ഫർദർ ചേർക്കുകയാണെങ്കിൽ അവർ അമേരിക്കൻ ഗവൺമെൻറ് ഇന്ത്യയുടെ ശത്രുതയിൽ തന്നെ പോകുമെന്ന് പറഞ്ഞു. ഇന്ത്യക്ക് ഡിമാൻഡുണ്ട്. ഇന്ത്യ കംപ്ലീറ്റ് സറണ്ടർ ചെയ്തു ആ മീറ്റിങ്ങിൽ. ഇന്ത്യയുടെ ആവശ്യമുണ്ട്. കാരണം ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇന്ത്യയുടെ എക്കോണമി തകരുകയാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അമേരിക്കൻ എക്കോണമി, അമേരിക്കൻ FDA ആണ് ഏറ്റവും പ്രധാന ആവശ്യം. ഏറ്റവും വലിയ ആവശ്യം ട്രേഡ് ഡീൽ എത്രയും വേഗം സൈൻ ചെയ്യുക. അത് അമേരിക്ക വലിച്ച് നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇന്ത്യ ഇവിടെ അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയോട് ഡിമാൻഡ് ചെയ്തു FCRA
ഈ പറയുന്ന രീതിയിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച രീതിയിൽ ബില്ല് കൊണ്ടുവരാൻ പറ്റില്ല. ഒരു രാജ്യത്തിൻ്റെ സോവറിൻ അതേ കയറി അമേരിക്ക ഇടപെടുകയാണ്. പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം അതിൻ്റെ മെസ്സേജ് കൊടുക്കാൻ പ്രധാനമന്ത്രി തന്നെയാണ് പറയുന്നത്, സെർജിയോ ഗോറിനോട് പോയി അമിത്ഷായെ കണ്ട് നിങ്ങൾക്ക് എന്താണ് ഫ്രെയിം വർക്കുള്ളത് അത് സംസാരിക്കുക. അതേപോലെ ഇന്ത്യയിലെ ക്രിസ്ത്യൻ അറ്റാക്ക്, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മോണിറ്റർ ചെയ്യും, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും ഇത് അതിര് കടക്കുന്നു. ലേറ്റസ്റ്റ് അറ്റാക്ക് ആയിട്ടുള്ള കൽക്കട്ട മിഡ്നാപൂർ അതുവരെ വിഷയമായി, ഛത്തീസ്ഗഡ് വിഷയമായി, ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ ഇഷ്യൂ വിഷയമായി, കാത്തലിക്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ പിടിച്ചെടുക്കാനുള്ള സംഭവം അത് വിഷയമായി. ഇതൊക്കെ അവിടെ വിഷയമുണ്ടായി. അമേരിക്ക വേറെ ഒന്നും ഡിമാൻഡ് ചെയ്യും, നിങ്ങൾ റഷ്യൻ ഓയിൽ വേണമെങ്കിൽ വാങ്ങുകയോ വാങ്ങാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ആവശ്യം. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫ്രെയിം വർക്കിൽ ഈ പറയുന്ന ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ അറ്റാക്ക്, FCRA, ഈ സാധനം ഇന്ത്യ ഗവൺമെൻറ് കൺട്രോൾ ചെയ്തില്ല എങ്കിൽ അമേരിക്കക്കാർ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ആയിട്ടും ഫർദർ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ഗ്ലോബലായിട്ടും ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് ഇന്ത്യയോട് പ്രത്യേകിച്ച് പോസിറ്റീവ് ആയിരിക്കുകയില്ല എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു. ഇതാണ് അവിടെ ഉണ്ടായത്. അപ്പോഴതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ആരാണ് സറണ്ടർ ചെയ്തത്? ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ഈ മീറ്റിങ്ങിന് മുമ്പ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് സംഘപരിവാറിനെ സപ്പോർട്ട്, മോദിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നാഷണൽ മീഡിയ, അതേപോലെ ഹിന്ദി മീഡിയ പെട്ടെന്ന് ടേൺ അടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. NDTV ആണെങ്കിലും CNN, IBN ആണെങ്കിലും മറ്റുള്ള ചാനലിൽ പെട്ടെന്ന് ടേൺ അടിച്ചു. എന്താ അവർ പറയാൻ തുടങ്ങിയത്? ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ അമേരിക്ക ധാരണയാകണം. കാരണം H1B വിസ, ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമി, ഇന്ത്യയുടെ ഡിമാൻഡായിരുന്നു H1B വിസ. അമേരിക്ക പറഞ്ഞു ഓക്കെ ഞങ്ങളത് ചെയ്യാം, പക്ഷേ ഈ കാര്യം ആദ്യം ചെയ്യുക. അവരുടെ ഡിമാൻഡുകൾ അവർ ഓരോന്നായിട്ട് അങ്ങോട്ട് നികത്തി. പക്ഷെ പബ്ലിക്കിൽ ഇതൊന്നും വന്നില്ല. പബ്ലിക്കിൽ മറ്റുള്ള ഇഷ്യൂ ഇതാന്നൊക്കെ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പൊക്കി കൈ കൊടുത്തു. ഇത് വളരെ സുന്ദരനാണ്, കില്ലറാണ്, അതാണ് കുഴപ്പം. പക്ഷെ യഥാർത്ഥത്തിൽ നടന്നത് എന്താ? ശരിക്കും അവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിച്ചു. അതിലോട്ട് വരികയാണെങ്കിൽ മാത്രം ഫർദർ ടോക്സ് അമേരിക്ക റെസിപ്രോക്കേറ്റ് ചെയ്ത് പെട്ടെന്ന്. അതായത് നാളെ തന്നെ അമേരിക്കൻ ട്രേഡുമായി ബന്ധപ്പെട്ട സീനിയർ ഒഫീഷ്യൽസ് ഇന്ത്യയിലോട്ട് വരികയാണ്, ട്രേഡ് ടോക്സ് നടത്താൻ വേണ്ടി, സെറ്റിൽ ചെയ്യാൻ. കാരണം ഇത് പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവാണ്. ഇതാണ് അമേരിക്കൻ ഡിപ്ലോമസി. ആദ്യം മനസ്സിലാക്കുക. ഇതനുസരിച്ച് മറ്റുള്ള രാജ്യങ്ങളും മൂവ് ചെയ്യുകയുള്ളൂ. ഇതാണ് ഗ്ലോബലായിട്ട് ഈ പറയുന്ന വേൾഡ് ഓർഡർ അല്ല. വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് അമേരിക്കയുടെ യൂണിപോളാറാണ്. അവരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കുക നിങ്ങൾ. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്ന ശേഷം ഗ്ലോബൽ ഓർഡർ എന്ന് പറയുന്ന അവരുടെ ഓർഡർ ആക്കി അങ്ങ് മാറ്റി. യുണൈറ്റഡ് നേഷനെ ഇല്ലാതാക്കി കളഞ്ഞു. മറ്റുള്ള ഗ്ലോബൽ ഫോറങ്ങളൊന്നും ഇല്ലാതാക്കി കളഞ്ഞു. ഈ പറയുന്ന G7 അകത്ത് അമേരിക്ക പങ്കെടുത്തില്ലെങ്കിൽ G7 ഇല്ല. സൗത്ത് ആഫ്രിക്കയിൽ G20 നടന്നു, അതിൽ അമേരിക്ക പങ്കെടുത്തില്ല. G20 ഇല്ലാതായി. ഇത്രയേ ഉള്ളൂ സംഭവം. കാരണം അവൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് പവർ ഉള്ളത്, പണമുള്ളത്. അവൻ്റെ കയ്യിലാണ് മിലിറ്ററി പവർ ഉള്ളത്. എന്നിട്ട് നമ്മളെ ഇട്ടൊരു താങ്ങും ഞാനൊരു ഇന്ത്യക്കാരൻ അൾട്ടിമേറ്റ്ലി. അതായത് ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ വരും. മോദി ഭരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് വരെ ആ രീതി പറഞ്ഞിട്ടുണ്ടോ? ഇത് ഇന്ത്യ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ അങ്ങനെയല്ല, എല്ലാവരുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു രാജ്യമാണ്. അത് വെറുതെ അങ്ങ് പൊക്കുവോ ഒരു കാര്യമില്ലാതെ. പോട്ടെ, അതിലോട്ടല്ല ഞാൻ പോകുന്നത്. അതായത് ഫൈനലി ഈ സംഭവം മോദിയുമായിട്ട് ഒരു ധാരണയിലോട്ട്, അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് അമേരിക്കയ്ക്ക് വേണം. അതായത് FCRA ആണെങ്കിലും ക്രിസ്ത്യൻ അറ്റാക്ക് ആണെങ്കിലും ഇവിടെ പല ആൾക്കാർക്കെതിരെ UAPA കേസ് എടുത്തിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ. കാരണം അവിടുത്തെ പണം വന്നു എന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ അമേരിക്ക പറയുന്ന കള്ളക്കേസാണെന്ന് അവരുടെ മുമ്പ് വെച്ച് തുറന്നു കാണിച്ചു. അവരെവിടെയാണ് പണം ഇൻവെസ്റ്റ് ചെയ്ത്, എവിടെയാണ് ആ പണം പോയത്. ഒരു കാര്യം മനസ്സിലാക്കുക, അമേരിക്കയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇന്ത്യയിൽ, അതായത് അമേരിക്കയുടെ ചാരസംഘടനയാണെങ്കിൽ ഇതെല്ലാം ഇന്ത്യക്കാർ തന്നെയാണ്, ഇന്ത്യൻ ഒറിജിനാണ്. ഇഷ്ടംപോലെ ഇന്ത്യക്കാർ ഇവിടെ അമേരിക്കൻ ചാരസംഘടന വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരിതിൻ്റെ A to Z ഡീറ്റെയിൽ അയച്ചുകൊണ്ടിരിക്കുക. അവർക്കിതെല്ലാ കാര്യങ്ങളും അറിയാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയാൻ നോക്കി അവിടെ വെച്ച്, അതായത് ഇന്ത്യ 140 കോടി ജനമുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വെച്ച് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയെ എതിർക്കുകയാണ്.
കാരണം അവിടെ പോലീസുകാരും അവിടുത്തെ സ്റ്റേറ്റുമാണ് കള്ളക്കേസ് എടുക്കുന്നത്. ഓരോ ഈ യു പിയിൽ ഒരു മലയാളി പാസ്റ്റർ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ആ ഇഷ്യൂ വരെ അവിടെ റേസ് ചെയ്തവർ. അപ്പോൾ അമേരിക്ക റേസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അതായത് ക്രിസ്ത്യൻ അറ്റാക്കോ FCRA ഇതേപോലുള്ള സംഭവം. ഇന്ത്യക്ക് 100 പ്രശ്നങ്ങളായി H1B വിസ. അതേപോലെ അമേരിക്ക വേറെ സംഭവം ഇന്ത്യയെ കാണിച്ചു. കഴിഞ്ഞിടയ്ക്ക് അമേരിക്കൻ FDI കാരണം ഇന്ത്യയിൽ മനസ്സിലാക്കുക, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫാർമ സെക്ടറിൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്, പ്രത്യേകിച്ച് ആയുർവേദം. അതിൽ ഏറ്റവും നമ്പർ 1 നിൽക്കുന്ന ഡാബറാണ്. ഡാബർ പ്ലാന്റുകളിൽ അമേരിക്കൻ FDI ഓഫീഷ്യൽസ് കയറി റെയ്ഡ് ചെയ്തു. 2-3 ദിവസം മുമ്പ് ഇതുണ്ടാകുന്നേ. അതോടുകൂടി അവർ കംപ്ലീറ്റ് ആയിട്ട് അലേർട്ട് ചെയ്ത് ഈ സാധനം മേടിക്കരുതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള സംഭവം കയറി അമേരിക്കൻ FDI അലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്താരും മേടിക്കത്തില്ല. അതാണ് അമേരിക്കൻ FDIയുടെ പ്രത്യേകത. കാരണം അമേരിക്കൻ FDI അപ്രൂവ് ചെയ്താൽ മാത്രമേ ലോകത്ത് ഏത് മെഡിസിൻ ആണെങ്കിലും സംഭവം ലോകത്ത് അപ്രൂവൽ ഉണ്ടാവത്തുള്ളൂ. അവർ അങ്ങനെയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതും ഇന്ത്യക്ക് പ്രശ്നമായി. H1B വിസ ഇന്ത്യ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് എല്ലാ രീതിയിലും ഇന്ത്യ അങ്ങ് തടഞ്ഞു, എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ടാണ് 4ാം സ്ഥാനത്തുനിന്ന് 7ാം സ്ഥാനത്തിലോട്ട് ഇന്ത്യ പോയത്. കാരണം ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോയി. ഇന്ത്യ റിക്വസ്റ്റ് ചെയ്യുകയാണ് അമേരിക്കയോട്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അമേരിക്കൻ AI കമ്പനി ഇന്ത്യയിൽ വരണം. കാരണം IT കമ്പനികൾ ഷ്രിങ്കേജിലാണ്. ഇത് തായ്വാനിലോട്ടും ചൈനയിലോട്ടും പോവുകയാണ്. അതായത് ഇന്ത്യ സറണ്ടർ മോഡിലോട്ടങ്ങ് പോയി. ഏത് രീതിയിൽ അമേരിക്കയെ കൊണ്ടുവരിക? കാരണം മോദി ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് പിടികിട്ടി ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ TV ചാനലുകളും എങ്ങനെങ്കിലും സെറ്റിൽ ചെയ്യണം എന്നുള്ള ഇഷ്യൂലോട്ടങ്ങ് പോയത്. ആ രീതിയിൽ ഇന്ത്യ കൊണ്ടുവരുത്തിയവർ. അതാണ് പറഞ്ഞ കാലെ പിടിക്കുന്ന രീതിയിൽ ഇന്ത്യയായി. ഇതാണ് ഇഷ്യൂ 1 by 1 ആയിട്ട് അവരങ്ങോട്ട് നികത്തി. പിന്നെ മറ്റൊരു സംഭവം അമേരിക്ക പറഞ്ഞു, മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. കാരണം അമേരിക്കയിൽ നിന്ന് പല പാസ്റ്റേഴ്സും കേരളത്തിൽ അമേരിക്കൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല. അവർ വീട് വെച്ച് കൊടുക്കുന്നു, കല്യാണം നടത്തി കൊടുക്കുന്നു. അമേരിക്ക പറഞ്ഞു റെസിപ്രൊക്കേറ്റ് ചെയ്യണം. ഇന്ത്യയിലുള്ള RSSൻ്റെ സന്യാസിമാർ അവിടെ വന്ന് പ്രസംഗിക്കാറുണ്ട്. അതേപോലെ തിരിച്ച് അവിടെ ഉള്ളവർ ഇന്ത്യൻ ഒറിജിനായിട്ട് അമേരിക്കൻ പാസ്പോർട്ട് ഉള്ളവർ ഇന്ത്യയിൽ വന്ന് പ്രസംഗിക്കുന്ന ഇഷ്യൂ അതേപോലെ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഇഷ്യൂ ഉണ്ടായി. അപ്പം അതിനൊക്കെ അതിനു വേണ്ടിയാണ് ഈ അമിത്ഷായെ വന്ന് കാണുന്നത്. കാരണം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകണം. ഇനി ഈ പറയുന്ന റെസ്ട്രിക്ഷൻസും സംഭവങ്ങളും ഉണ്ടാകാൻ പറ്റത്തില്ല. വരികയാണെങ്കിൽ അമേരിക്ക ഈ കാര്യത്തിൽ ഇന്ത്യയുമായിട്ട് യോജിച്ച് പോകാൻ തയ്യാറല്ല. ഇതാണ് ഈ ഫൈനൽ ടച്ച് എന്ന് പറയുന്ന രീതിയിലോട്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന പത്രസമ്മേളനം നടക്കുന്നത്. ഇപ്പം ഇന്ത്യയുടെ കാര്യം പോസിറ്റീവായിട്ട് പരിഗണിക്കാം എല്ലാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ ട്രേഡിൻ്റെ സീനിയർ ഒഫീഷ്യൽ വന്ന സംഭവം 1 by 1. അമേരിക്കയ്ക്ക് H1B വിസയോ റഷ്യൻ ഓയിൽ വാങ്ങുന്നതോ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് അമേരിക്കൻ FCRA ആണെങ്കിലും അമേരിക്കൻ ഇവിടെയുള്ള ക്രിസ്ത്യൻ ഇഷ്യൂസ് ആണെങ്കിലും, കാരണം അത് അവിടുത്തെ ഒരു ഇഷ്യൂ ആയി. ഇന്ത്യ ഗവൺമെൻറ് ഉന്നയിച്ചൊരു ഇഷ്യൂ ഉണ്ട്. ഇന്ത്യക്കാർക്കെതിരെ അമേരിക്കയിൽ വലിയ രീതിയിൽ ഗോ ബാക്ക് ഉണ്ടാകുന്നു. പല ഇന്ത്യൻ കമ്പനികൾ, ഗുജറാത്തി കമ്പനികളോട് അമേരിക്കൻ അതോറിറ്റീസ് വന്ന് പറയുകയാണ് ഇത് വിറ്റിട്ട് നിങ്ങൾ പോവുക, ആ കമ്പനി അവിടെ ജോലി ചെയ്യുക ചെറിയ വിലയ്ക്ക്. അതുണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഇന്ത്യയുടെ ഡിമാൻഡാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയിലും ഈ പറയുന്ന ഇന്ത്യക്കാർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് ഇന്ത്യ കൺവിൻസ് ചെയ്യുകയാണ്. അതും അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഡിസ്കഷനിലുണ്ടായത്. അതിൻ്റെ ഫസ്റ്റ് വിസിബിലിറ്റിയാണ് അവിടുന്ന് ലാൻഡ് ചെയ്ത് 2-3 മണിക്കൂർ കഴിഞ്ഞില്ല അമിത്ഷായെ വന്ന് കാണുന്നു. അമിത്ഷാ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ അതായത് അമേരിക്കൻ കാര്യങ്ങൾ ഇന്ത്യ അംഗീകരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് സംഘപരിവാർ അറ്റാക്ക് ഒരു ഭാഗത്ത്. അതായത് ഫൈനലി അമേരിക്ക എന്ത് പറയുന്നു ആ രീതിയിൽ അവർ കൊണ്ടുപോകും. അത് ഇറാനെ ആണെങ്കിൽ ഏത് രാജ്യത്തെയും. ഇതാണ് അവരുടെ ഡിപ്ലോമസി എന്ന് പറയാം. കാരണം അവർക്കതിൻ്റെ പണമുണ്ട്, അവരുടെ മസിൽ പവറുണ്ട്. എതിർക്കാൻ പോയതിനെ അവൻ നശിപ്പിച്ചു കൂടക്കളയും. അത് ഫൈനലി മോദി ഗവൺമെൻറ്റിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അവർ ആ പഴയ സംഘപരിവാറിൻ്റെ അജണ്ടകളായ പല സാധനങ്ങളും തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ അവർ തയ്യാറായത്. അല്ലെങ്കിൽ ഇതിവിടെ കൊണ്ടൊന്നും നിൽക്കില്ല എന്ന് മോദി ഗവൺമെൻറ്റിനും BJPക്കും സംഘപരിവാറിൻ്റെ മുകളിലുള്ള നേതാക്കൾക്കും പിടികിട്ടി. അമേരിക്ക പറഞ്ഞ ഔട്ട്റീച്ച് നടത്തുക, സംഘപരിവാറിൻ്റെ നേതാക്കൾ അവിടെ സന്ദർശിക്കുക,
അവിടെയുള്ള ജനങ്ങളെ കൺവിൻസ് ചെയ്യുക, അത് ഫർദർ പോവുക, ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. ഇതൊക്കെയാണ് പോസിറ്റീവായിട്ട് റിസൾട്ടിൻ്റെ ഭാഗമാണ് ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഓരോന്നും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.